ഹായ് ഗൈസ്, ഞാൻ RHD റൊമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ കണ്ടിന്യൂഷനാണ്. അത് റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 2 മേജർ ക്രൈറ്റീരിയ പ്ലസ് 1 മൈനർ ക്രൈറ്റീരിയ ഉണ്ടായാൽ മതി. അതിൽ തന്നെ സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ് എക്സ്റ്റെൻസർ ഡിസ്ട്രിബ്യൂഷനാണെന്ന് പറഞ്ഞു. അത് നോൺ ടെൻഡർ ആയിരിക്കും ആസ് സബ്ക്യൂട്ടേനിയസ് നോഡ്യൂൾസ്. ഒരു പോയിന്റ് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫൈലാക്സിസിനായിട്ട് നമുക്ക് റൊമാറ്റിക് ഹാർട്ട് ഡിസീസിൽ പ്രൊഫൈലാക്സിസ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ ബെൻസാന്തൈൻ പെൻസിലിനാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രൊഫൈലാക്സിസ് അതിൻ്റെ വാൽവുലാർ ലോഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വിത്ത് വാൽവുലാർ ലോഷൻ ഉണ്ടെങ്കിൽ 10 years കൊടുക്കണം ഫ്രം ഡയഗ്നോസിസ്, ഓർ 40 വയസ്സാവും വരെ കൊടുക്കണം. വിച്ച് എവർ ഈസ് മോർ, ലൈക്ക് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഏതാണോ, 40 വയസ്സാണ് കൂടുതൽ എങ്കിൽ 40 വയസ്സ് വരെ കൊടുക്കണം, അല്ലെങ്കിൽ 10 years എന്തായാലും കൊടുത്തിരിക്കണം. റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് വിത്തൗട്ട് വാൽവുലാർ റിലേഷൻ ആണെങ്കിൽ 10 years ഫ്രം ഡയഗ്നോസിസ് നമ്മൾ പ്രൊഫൈലാക്സിസ് കൊടുക്കണം, അല്ലെങ്കിൽ അണ്ടിൽ 21 years ഓഫ് ഏജ് കൊടുക്കണം. റൊമാറ്റിക് ഫീവർ മാത്രമേ ഉള്ളൂ എങ്കിൽ 5 years ഫ്രം ഡയഗ്നോസിസ് ഓർ അണ്ടിൽ 21 years ഓഫ് ഏജ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലോങ്ങർ ഡ്യൂറേഷൻ ഏതാണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. പെൻസിലിൻ അലർജിയുള്ള പേഷ്യൻസിൽ നമുക്ക് അസിട്രോമൈസിൻ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.